UDF നിലപാട് സ്വീകരിച്ചിട്ടില്ല. UDFൻ്റെ നിലപാട് എതിരാണ്. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടെടുക്കാമല്ലോ. പറ്റില്ല. UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ പറ്റില്ല. UDFന് നിലപാടെടുക്കേണ്ടി വരും. പക്ഷേ കേരളത്തിലെ MP-മാർ ഇപ്പോൾ പണ്ടത്തെ പോലെ വഖഫ് ഭേദഗതിക്കെതിരെ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വഖഫ് എന്താണെന്ന് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലായി. അതെ. അല്ല, എനിക്ക് ഇതൊക്കെ MP-മാരല്ലേ. നമ്മൾ ഇതേ ഫ്ലോറിൽ വെച്ച് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. മുസ്ലിങ്ങളുടെ ഒറ്റ വാക്കും അവസാന വാക്കും മുസ്ലിം ലീഗാണെന്ന്. അവർ തന്നെ അവകാശം. അതിൻ്റെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത നേതാവ് മുസ്ലിം ലീഗിൻ്റെ കാന്തപുരം ആയ തങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ഇൻ്റർവ്യൂ നമ്മളെല്ലാം വായിച്ചതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കത്തോലിക്ക പിതാക്കന്മാർ നടത്തിയിരിക്കുന്ന ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് ഇവർക്ക് എന്ത് പറയാനുണ്ട്? മുസ്ലിം ലീഗിനൊരു അഭിപ്രായം ഉണ്ടാകണമല്ലോ. ഒരു അഭിപ്രായം വേണമല്ലോ മുസ്ലിം ലീഗിന്. അദ്ദേഹം ഉറപ്പായിട്ടും പറയണം, അവസാന വാക്കാണ്. പിന്നെ ഒരു കാര്യം, ഹൈക്കോടതി വളരെ ശരിയായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? ഒരു കോടതി വിധി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കമ്മീഷൻ എന്ത് ചെയ്യും? കമ്മീഷന് ആ അധികാരമില്ലല്ലോ. അതെ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഫാക്ട് ഫൈൻഡിംഗ് അല്ലേ നടത്താൻ പറ്റും. ശുപാർശകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഫാക്ട് ഫൈൻഡിങ് നടത്താൻ, എന്നിട്ട് ചില റെക്കമെൻഡേഷൻ. കോടതി വിധി തെറ്റാണെന്ന് പറയാനായിട്ട് കമ്മീഷൻ അധികാരം പറ്റില്ല. കോടതി വിധി തെറ്റാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹയർ കോടതി പറയണ്ടേ? അതെ. ആ ഹയർ കോടതി അത് പറയാത്തിടത്തോളം കാലം ആ കോടതി വിധി ശരിയാണെന്നൊക്കെയാണ്. അതിൽ ഈ കമ്മീഷൻ എന്ത് ചെയ്യാനായിട്ടാണ്? അല്ല, കോടതി അതിശക്തമായി പറഞ്ഞ മറ്റൊരു വാക്ക് നമ്മുടെ പത്രങ്ങളെല്ലാം മുക്കി. ഇതൊരു ഐവാഷാണെന്ന് പറഞ്ഞു. അത് മാത്രം ഒരു വാർത്തയിലും വരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.